ഇന്ന് ഏട്ടൻ ജിം കഴിഞ്ഞ് വന്നപ്പം ഏട്ടന്റെ കൂടെ ഞങ്ങളുടെ കസിനും കൂടി റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ വന്ന കൂട്ടത്തിൽ എനിക്ക് നല്ലൊരു പണിയും കൊണ്ടാണ് ആള് വന്നിട്ടുള്ളത്. ഇതാണ് ആ പണി. നല്ല ഫ്രഷ് നെയ്മിയുമായി എന്റെ കൈ കൊടുത്താൽ നിൽക്കണ ചെക്കൻ. എന്നിട്ട് എന്നോട് പറഞ്ഞു വേഗം പോയി ഇത് കുക്ക് ചെയ്തോ, നമുക്ക് ഫുഡ് കഴിക്കാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ ചെയ്യേണ്ടത്, വറക്കണോ കറി വെക്കണോ വെച്ചപ്പോ എന്നോട് പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള എന്താ ചെയ്തോന്ന്. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് അറിയോ, നെയ്മീനെ കൂടെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഞാനത് വറക്കാൻ വേണ്ടി പോവാണ്. നമ്മളിന്ന് ഫിഷ് നിർവാണ ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഫിഷ് നിർവാണ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ കുറച്ച് എക്സൈറ്റഡ് ആണ് എങ്ങനെ ഉണ്ടാവും അറിയാൻ. കുറെ കേട്ടിട്ടുണ്ട് ഷെഫ് പിള്ളയുടെ ഫിഷ് നിർവാണ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ മീൻ രണ്ട് സൈഡും നല്ലോണം തിരിച്ചു മറിച്ചിട്ടൊക്കെ വറുത്തെടുത്തു. ഈ സമയത്ത് തന്നെ ഞാൻ ബാക്കി ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡി ആക്കിട്ടോ. ഒന്ന് വാട്ടിയെടുക്കാം. അതിന്റെ മേളിൽ മീന് നിരത്തി കൊടുക്കാം. അങ്ങനെ ചട്ടിയിൽ മീനൊക്കെ നിരത്തി വെച്ച് അതിന്റെ മേളിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് പിന്നെ ബാക്കിയുള്ള മാങ്ങ, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി. അതിനിടയിൽ അവന്റെ എന്തൊക്കെ എക്സ്പ്രഷൻസും കിസ്മത്തുകളൊക്കെ നടക്കുന്നുണ്ട്. കറി അവിടെ തിളച്ച് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് കറിയിലിട്ടതിന്റെ ബാക്കി കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ എടുത്ത് മുണുങ്ങണത്. നല്ല പുളിയായിരുന്നു കേട്ടോ. നമ്മുടെ നിർവാണ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പത്തെ സൈഡിൽ ചപ്പാത്തി. സാധാരണ അപ്പത്തിന്റെ കൂടെ കഴിക്കുക. നമുക്കിത് കൂടെ അപ്പം ചപ്പാത്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നല്ല കുറുകിയ ഫിഷ് നിർവാണ റെഡിയായി. പിന്നെ ചൂടോടെ തന്നെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല.